എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മലയാളം മല്ലു മല്ലൻസ് വീഡിയോയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൻ്റെ മുമ്പിൽ. അതായത് ഇപ്പം ഇവിടെ ഒരു മന്ന എന്നും പറഞ്ഞിട്ട് ഇവർ ലയൺസ് ക്ലബ്ബും തൃശ്ശൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനും കൂടെ ഒരു ഭക്ഷണം കൊടുക്കുന്ന, അതായത് 12 മണിക്ക് തുടങ്ങി ഇന്ന് 12:30 നിർത്തി. ചില ദിവസങ്ങൾ അവർ 1 മണി വരെ 1:15 മണി വരെ പോകും. ഇപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ്. ഇന്നൊരു സീൻ ഞാൻ കണ്ട്. രാധാകൃഷ്ണൻ ഇച്ചിരി ചോറ് വേസ്റ്റായിട്ട് കളയാൻ പോയി. ഇപ്പം ഇത് നടത്തുന്ന ഇതിൻ്റെ മെയിനായിട്ടുള്ള ലയൺസ് ക്ലബിൻ്റെ ആള് ഇവനെ പിടിച്ചൊരു അടിച്ചാ തല്ലി പുറത്തുകൂടെ അടിച്ച്, എന്നിട്ട് ഇവൻ പാത്രം അടക്കം മൂക്കും കുത്തി വീണ്. ഓക്കെ, അപ്പം ഞാനപ്പോൾ ഇയാളോട് പറഞ്ഞു. അപ്പം രാധാകൃഷ്ണനെ പറ്റിയെന്ന് പറഞ്ഞേ. നമസ്കാരം സാറാ, ഞാനിവിടെ നടന്നിങ്ങനെ മെഡിക്കൽ കോളേജിലൊക്കെ മുടി വെട്ടാൻ വരുന്ന ആളാണ് സാറേ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. മെഡിക്കൽ കോളേജിൽ പൈസ ഇല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് മുടി വെട്ടി കൊടുക്കുന്ന രാധാകൃഷ്ണൻ. ഒരു മകള്, അവള് കല്യാണം കഴിച്ച് കേരളത്തിന് പുറത്താണ്, ഭാര്യ മരിച്ചുപോയി. അപ്പം ആരില്ല സാറേ. അതെ ഭാര്യ മരിച്ചു, അമ്മ മരിച്ചു. ഇന്ന് തന്നെ ഉണ്ടായ അതെ, പുറത്തുകൂടെ തല്ലി രാധാകൃഷ്ണൻ പ്ലേറ്റ് അടക്കം താഴെ വീഴുന്നു. അപ്പം ഇത് തല്ലിയോനെ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, നിങ്ങൾ ചെയ്ത് ശരിയായില്ല. ഇപ്പം നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന വെച്ചിട്ട് അവളുടെ മെക്കട്ട് കയറുന്ന ഒരു അധികാരം നിങ്ങൾക്കില്ല. ഇപ്പം രാധാകൃഷ്ണൻ ഇച്ചിരി സ്മോൾ അടിക്കുന്ന കൂട്ടാണ് അല്ലേ? അതെ ഇച്ചിരി. അപ്പം രാധാകൃഷ്ണനെ നടത്ത് കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി സ്മോൾ അടിച്ചെന്നറിയാം. പക്ഷേ സ്മോൾ അടിച്ചവരെ നമ്മൾ മെക്കട്ട് കയറേണ്ടതുണ്ടോ? അപ്പം ഞാൻ ഇതിൻ്റെ ഇൻചാർജിനെ കണ്ടു. അപ്പം ഈ തള്ളിയിട്ട ആളാണ് ഇന്ന് ലയൺസ് ക്ലബിൻ്റെ. കുറേ പേര് വി സെർവ് എന്നും പറഞ്ഞിട്ട് അവരെല്ലാം കാറ്റലെടുക്കുക. അപ്പം അവനോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇതിലുമേ വി സെർവ് എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ സർവീസ് മോട്ടിവേഷൻ തൃശ്ശൂർ ജില്ലയിൽ ഒരു 200 സ്കൂളുകൾ അടക്കാം. ഇപ്പം ഇവിടെ അടുത്തുള്ള കാൽഡ്യൂൺ സ്കൂളിൽ ഞാൻ ഒരു 25 പ്രാവശ്യങ്ങൾ ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതും പറഞ്ഞിട്ട് ഞാൻ ഇയാളായിട്ട് ഇത് ചെയ്തു, ഈ ലയൺസ് ക്ലബിൻ്റെ യൂണിഫോം ഇട്ട ആൾ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ആരാണെന്നറിയാം, ഞാൻ സെൻട്രൽ കാറ്ററിംഗ് കമ്മീഷൻ്റെ വലിയ ഇൻചാർജാണ്. ഞാനപ്പോൾ അയാളോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയിലെ അച്ഛനാണ്. അപ്പോൾ അയാൾക്കൊരു പുച്ഛം, ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഭോപ്പാലിൽ 5 രൂപയ്ക്ക് ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പാങ്ങൾക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. കൊച്ചിയിൽ ഇവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് സമൃദ്ധി ഹോട്ടൽ എന്ന് പറഞ്ഞ് മുനിസിപ്പൽ കോർപ്പറേഷൻ, അവിടെയൊക്കെ നമുക്ക് ചോദിക്കുന്ന ചോറ് കിട്ടുകയും ചെയ്യും, നമുക്ക് ആവശ്യത്തിന് ഇല്ലെങ്കിൽ കളയുകയും ചെയ്യും. അവിടെ അവർ മെക്കട്ടുകാരില്ല. ഇവരിവിടെ തൃശ്ശൂർ സൗജന്യ ഭക്ഷണം എന്ന് പറഞ്ഞ് വലിയ പബ്ലിസിറ്റി ഒക്കെ ചെയ്ത്. പക്ഷേ ഇന്ന് രാധാകൃഷ്ണൻ കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തോന്നി. ഓക്കെ, അപ്പം ഞാൻ പള്ളിയിൽ അച്ഛനായിരുന്നു പറഞ്ഞപ്പോൾ, അയ്യോ ഇവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കുക അത്രയും കശ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നക്സലൈറ്റ് ഏരിയയിൽ 25 വർഷം വർക്ക് ചെയ്തു. ഞാൻ മിക്ക സ്റ്റേറ്റുകളിൽ, ഇപ്പോൾ ആന്ധ്രയിലാണെങ്കിൽ 5 രൂപയ്ക്ക് അവർ ഇത് കൊടുക്കുന്നുണ്ട്. ഇപ്പം തമിഴ്നാട്ടിലെ അമ്മ ഹോട്ടൽ എന്നും പറഞ്ഞിട്ട് എനിക്കൊന്ന് ജയലളിത തുടങ്ങിയതാണ്. ഇപ്പം ബാംഗ്ലൂർ കർണാടകയിലാണെങ്കിൽ ഇന്ദിര ഹോട്ടൽ എന്നും പറഞ്ഞിട്ട് അവിടെ 10 രൂപയ്ക്ക് ചോറ്. ഓക്കെ, ഇവിടെ ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ശിക്ഷയാണ് ഈ ആളുകളെ മെക്കത്ത് കയറ, പിടിച്ചു തള്ള, ഉന്തിയിടുക. ഓക്കെ, ഇപ്പം ഞാൻ വേറൊരു കാര്യം നോട്ട് ചെയ്ത്, ഇപ്പം ഇവർ സ്വന്തമായിട്ട് കഴുകണം. ഇവർ കഴുകൽ നോക്കി നിൽക്കുന്ന ഒരു അമ്മച്ചിയാണ്, ഏതാണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ പോലെ. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ രണ്ടാമത് ഇവിടെ കൊണ്ട് കഴിപ്പിക്കും. എന്നാൽ വെള്ളം വരുന്നത് ഒരു ഉറ്റിറ്റായിട്ട് വെള്ളം വരുന്നത്. ഓക്കെ, ഞാനൊരു പ്രാവശ്യം ഓർക്കുന്നുണ്ട്, ഭോപ്പാലിൽ ഇവർ കൊടുത്ത ഭക്ഷണം ചോറ് അധികം വന്നിട്ടില്ലായിരുന്നു. ഇവർ വേസ്റ്റ് കൊണ്ട് തട്ടിപ്പം ഇതിൻ്റെ ഇൻചാർജ് വന്നിട്ട് അവരെ വഴക്കിട്ടു. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, താൻ ഇതൊന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് നിങ്ങൾ പറ. നിങ്ങൾ നല്ല ശമ്പളം മേടിച്ചിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ അവിടെ ചെയ്തപ്പം നിങ്ങൾ കഴിച്ചു നോക്കുക, എന്നിട്ട് പറ. പിന്നെ അയാളൊന്നും മിണ്ടിയില്ല. പിന്നെ ചോറ് കഴിഞ്ഞവരെ ഇത് ചെയ്യാനായിട്ട് പുള്ളി സമ്മതിച്ചു, വേസ്റ്റ് ആക്കാനായിട്ട്. ഓക്കെ, അപ്പം രാധാകൃഷ്ണൻ, ഞാൻ എല്ലാവരുടെ പേരും നിന്നോട് ക്ഷമ പറയാം. ഓക്കെ, അപ്പം കുടിക്കാതിരിക്കുക. അതായത് ഇപ്പം നിനക്ക് ഭക്ഷണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ആശ്രമം എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്ത് തരാം. ഓക്കെ, എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ദൈവമാകണോ നായയാകണോ. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ കുടിയന്മാരുടെ കൂടെ 10 പേരുടെ കൂടെ കുടിച്ചു കഴിഞ്ഞാൽ അവർ ഓരോരുത്തരും മരിച്ചു പോകും. അപ്പം അവരുടെ മരിച്ചവരുടെ വീട്ടുകാർ നമ്മളെ പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യും. ഞാൻ എന്നിട്ട് പറയുന്നത്, നമ്മൾ 10 പേരെ കുടി മാറ്റി കഴിഞ്ഞാൽ അവരുടെ 10 വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടി ഉണ്ടെങ്കിൽ നമ്മളെ
ദൈവമായിട്ട് നമ്മളെ സ്പെഷ്യലായിട്ട് വിളിപ്പിച്ച് അവർ കൈ നമിച്ച് നമ്മൾ നമസ്കാരം ചെയ്യണം. അപ്പം രാധാകൃഷ്ണൻ എനിക്ക് നായാകണം ദൈവമാകണം. അപ്പം ഇന്നത്തോടുകൂടി പരിപാടി നിർത്താം. ഓക്കെ, പരിപാടി നിർത്തുക. നീ നന്നാകിയ ഓക്കെ. ഇപ്പം അവിടെ നീ കഴിച്ച ഭക്ഷണം നിനക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നോ? ഈ ഭക്ഷണം നിനക്ക് ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ടോ? ഛർദ്ദിക്കാൻ തോന്നുന്നില്ലേ? ഛർദ്ദിക്കാൻ തോന്നുന്നില്ല. ഓക്കെ, പാവം മനുഷ്യൻ. ഓക്കെ, ഇന്ന് 2 തരത്തിലുള്ള മനുഷ്യരാ, ഓവർ സ്മാർട്ടും ബിലോ സ്മാർട്ടും. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ സർവീസിന് ഞാൻ പറയും, നിങ്ങൾക്ക് വി സെർവ് എന്നുള്ള ടൈറ്റിലല്ലേ നിങ്ങളിത് കൊടുക്കുന്നത്. സർവീസ് മോട്ടിവേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ബ്രൗഷർ കൊടുത്തപ്പം അയാളത് വാങ്ങാതെ അപ്പം ഞാൻ അവിടെ ടേബിൾ വെച്ച് പോന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. സേവനം ചെയ്യുക, ദൈവങ്ങളാകാം. പോട്ടെ ക്ഷമിക്കുക. ഓക്കെ.